കാർഷിക വാർത്തകൾ. റബ്ബർ വില റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നിട്ടും ചെറുകിട ഇടത്തരം കർഷകർ പ്രതിസന്ധിയിൽ. ടാപ്പിംഗ് തൊഴിലാളികളുടെ ക്ഷാമമാണ് പ്രധാന കാരണം. റബ്ബറിന് സ്വപ്നവില. പക്ഷേ കർഷകർക്ക് ഈ നേട്ടം പൂർണ്ണമായി കൊയ്യാനാകുന്നില്ല. കാരണം ടാപ്പിംഗിന് തൊഴിലാളികളെ കിട്ടാനില്ല എന്നതാണ്. വില ഉയർന്നതോടെ ടാപ്പിംഗ് തൊഴിലാളികൾ വലിയ തോട്ടങ്ങളിലേക്ക് മാറുകയാണ്. കൂലിക്ക് പകരം വരുമാനം പങ്കിടുന്ന രീതിയിലേക്ക് പലരും മാറിയതും ചെറുകിട കർഷകർക്ക് തിരിച്ചടിയായി. ചെറിയ തോട്ടങ്ങളിൽ ടാപ്പിംഗ് ഏറ്റെടുക്കാൻ തൊഴിലാളികൾക്ക് താൽപ്പര്യം കുറവാണ്. അതുകൊണ്ട് തന്നെ പല തോട്ടങ്ങളിലും ഉടമകൾ തന്നെ ടാപ്പിംഗ് ചെയ്യേണ്ട സ്ഥിതിയാണ്. അതേസമയം ചില വലിയ തോട്ടങ്ങളിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെയും എത്തിച്ചിട്ടുണ്ട്. റബ്ബറിന് ഈ മാസം ആദ്യം വരെ അന്താരാഷ്ട്ര വില 300 രൂപയ്ക്കടുത്തായിരുന്നു. ഈ സമയം ആഭ്യന്തര വില താഴെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആഭ്യന്തര വിലയാണ് മുന്നിൽ. RSS4 കിലോഗ്രാമിന് 275 രൂപയാണ് റബ്ബർ ബോർഡ് വില. അന്താരാഷ്ട്ര വില 272 രൂപയും. ആഭ്യന്തര വിപണിയിൽ ടയർ കമ്പനികളിൽ നിന്ന് വലിയ ഡിമാൻഡാണ് പ്രകൃതിദത്ത റബ്ബറിനുള്ളത്. വരും ദിവസങ്ങളിൽ വില കൂടാനുള്ള സാധ്യത കുറവാണെന്നാണ് വ്യാപാരികൾ പറയുന്നത്. മഴ മാറുന്നതോടെ ഉൽപാദനം കൂടുന്നതും ക്രൂഡ് ഓയിൽ വില താഴുന്നതും വിലയെ സ്വാധീനിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എഥനോൾ ഉൽപാദനത്തിനായി ചോളം കൂടുതൽ ഉപയോഗിക്കുന്നത് മുട്ടവിലയിൽ പ്രതിഫലിക്കുന്നു. ഒരു വർഷത്തിനിടെ കോഴിമുട്ട വിലയിൽ 40% വർധന രേഖപ്പെടുത്തി. പെട്രോൾ വില കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എഥനോൾ നയം. എന്നാൽ അതിന്റെ പ്രതിഫലനം എത്തുന്നത് അടുക്കള ബജറ്റിലും. എഥനോൾ ഉൽപാദനത്തിനായി ചോളം വലിയ തോതിൽ മാറ്റിവെക്കുന്നത് കോഴിത്തീറ്റയുടെ ലഭ്യതയെ ബാധിക്കുന്നു. ഇതോടെ തീറ്റച്ചെലവ് ഉയരുകയും രാജ്യത്ത് മുട്ടവില കുത്തനെ കൂടുകയും ചെയ്തു. രാജ്യത്തെ മുട്ടവില കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം 35 മുതൽ 40% വരെയാണ് ഉയർന്നത്. കോഴിത്തീറ്റയിലെ പ്രധാന ഘടകമായ ചോളത്തിന്റെ ലഭ്യത കുറഞ്ഞതാണ് പ്രധാന കാരണങ്ങളിലൊന്ന്. എഥനോൾ ഉൽപാദനത്തിനായി രാജ്യത്തെ ചോളത്തിന്റെ ഏകദേശം 37% വരെ ഇപ്പോൾ ഉപയോഗിക്കുന്നതായാണ് കണക്ക്. ഇതോടെ ചോളം വിലയും ഗണ്യമായി ഉയർന്നു. 3 വർഷം മുൻപ് ടണ്ണിന് ഏകദേശം 14,000 രൂപയായിരുന്ന വില ഇപ്പോൾ 26,500 രൂപയോടടുക്കുന്നു. കോഴി വളർത്തൽ മേഖലയിലെ മൊത്തം ഉൽപാദന ചെലവിന്റെ 65 മുതൽ 70% തീറ്റയ്ക്കാണ് ചെലവാകുന്നത്. അതിനാൽ തീറ്റ വിലയിലുണ്ടാകുന്ന നേരിയ വർധന പോലും മുട്ടയുടെയും കോഴിയിറച്ചിയുടെയും വിലയെ നേരിട്ട് ബാധിക്കും. ചോളത്തിന്റെ ലഭ്യതക്കുറവിനു പുറമെ കടുത്ത ചൂടും കാലാവസ്ഥാ വ്യതിയാനവും സോയാബീൻ അടക്കമുള്ള മറ്റു ചേരുവകളുടെ വിലവർധനയും ഉൽപാദന ചെലവിനെ സ്വാധീനിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ശൈത്യകാലത്ത് മുട്ടയുടെ ആവശ്യം കൂടുന്നതിനാൽ വില ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വ്യവസായ രംഗത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആഗോളതലത്തിൽ പാമോയിൽ വില കുതിച്ചുയരാൻ സാധ്യത. ഉൽപാദനക്കുറവാണ് വില വർധനയ്ക്ക് കാരണം. ആഗോള പാമോയിൽ വിപണിയിൽ വില ഉയരാൻ സാധ്യത. നവംബറിൽ ആരംഭിക്കുന്ന സീസണിൽ ഉൽപാദന മിച്ചം കുറയുകയും ഹ്രസ്വകാല വിതരണ സാഹചര്യം കൂടുതൽ കടുപ്പമാവുകയും ചെയ്യുന്നതാണ് വില വർധനയ്ക്ക് പ്രധാന കാരണം. ഫിച്ച് സൊല്യൂഷൻസിന്റെ ഗവേഷണ വിഭാഗമായ BMIയുടെ വിലയിരുത്തൽ പ്രകാരം ആഗോള പാമോയിൽ ഉൽപാദനം ഏതാണ്ട് മാറ്റമില്ലാതെ തുടരും. അതേസമയം ആഗോള ഉപഭോഗം 2.7% ഉയരും. ഇന്ത്യയിലെ ഉത്സവകാല ആവശ്യകത കണക്കിലെടുത്തുള്ള സ്റ്റോക്ക് വർദ്ധിപ്പിക്കൽ, സോയാബീൻ എണ്ണ ഉൾപ്പെടെയുള്ള കയറ്റുമതിയിലെ തടസ്സങ്ങളും പാമോയിൽ വില കൂടാൻ ഇടയാക്കും. ഇതിനു പുറമെ എൽനിനോ കാലാവസ്ഥാ പ്രതിഭാസം ശക്തമാകാനുള്ള സാധ്യതയും ഉൽപാദനത്തെ ബാധിച്ചേക്കാം. ഇതും വില ഉയരാനുള്ള മറ്റൊരു കാരണമാണ്. ഇന്തോനേഷ്യ ജൂലൈ 1 മുതൽ B15 ബയോഡീസൽ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ബയോഡീസലിൽ 50% പാമോയിൽ കലർത്തുന്നതാണ് പദ്ധതി. ഇത്തരമൊരു ഉയർന്ന ബ്ലെൻഡിംഗ് നിർബന്ധമാക്കുന്ന ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഇന്തോനേഷ്യ. ഇത് ആഭ്യന്തര പാമോയിൽ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ പാമോയിൽ ഉൽപാദക രാജ്യമായ ഇന്തോനേഷ്യയിൽ നിന്ന് കയറ്റുമതിക്കായി ലഭിക്കുന്ന എണ്ണയുടെ അളവ് കുറയ്ക്കുകയും ചെയ്തേക്കാം. ഇന്ത്യയിലും പാമോയിലിനുള്ള ആവശ്യം ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. ഈ സീസണിൽ ഇന്ത്യൻ ആവശ്യം 5%-ലധികം ഉയർന്ന 9.1 മില്യൺ ടണ്ണിലെത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5.2% വർധനയാണിത്. ആഗോള വിതരണത്തിലെ സമ്മർദ്ദവും ബയോഡീസൽ ആവശ്യകതയിലെ വർധനയും ഇന്ത്യയിലെ ശക്തമായ ആവശ്യകതയും കണക്കിലെടുക്കുമ്പോൾ പാമോയിൽ വിലയിൽ അടുത്ത കാലയളവിലും മേൽക്കൈ തുടരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.